പുതുപ്പള്ളി തെരുവിലുള്ള ഈ വീട്ടുമുറ്റത്തെ കിണറിനടുത്താണ് സിറാജുന്നിസ വെടിയേറ്റ് മരിച്ചത്. സംഭവം നടന്ന് 26 വർഷമാകുന്നു. വെടിയേറ്റ സിറാജുന്നിസയെ വാരിയെടുത്തോടിയ അമ്മാവൻ സുലൈമാൻ ഇന്നും ഇവിടെയുണ്ട്. പോലീസുകാരെ സന്ധ്യയാണ് വീടുകളിൽ ഒരു SP ചന്ദ്രൻ എന്തൊക്കെ പറഞ്ഞിട്ട് അവരാണ് ഈ ജനലൊക്കെ പോയിട്ട് പൊളിക്കുക, ജാതി കൊണ്ട് അടിച്ച് പൊളിച്ചിട്ട് കടകളടയ്ക്കുക, വീടുകളടയ്ക്കുക, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവരാണ് ചെയ്തത്. അല്ലാതെ ഇവിടെ നിന്നൊരു കലാപം ഒന്നും ഉണ്ടായിട്ടില്ല. പാലക്കാട് കളക്ടറേറ്റിൽ ഡാമുകൾ സംബന്ധിച്ച നിയമസഭാ സമിതിയുടെ യോഗം നടക്കുന്നതിനിടെയാണ് അവിടെയുണ്ടായിരുന്ന വയർലെസ്സിൽ ഒരു ആക്രോശം കേട്ടത്. BJP നേതാവ് മുരളി മനോഹർ ജോഷി നയിച്ച ഏകതാ യാത്രയോടനുബന്ധിച്ച് പോലീസ് നടത്തിയ ഇടപെടൽ ചെറിയ സംഘർഷമുണ്ടാക്കി. അന്ന് ഷൊർണൂർ ASP ആയിരുന്ന B സന്ധ്യയോട് അന്നത്തെ ഉത്തരമേഖല DIG ആയിരുന്ന രമൺ ശ്രീവാസ്തവ വെടിവെക്കാൻ ആക്രോശിക്കുകയായിരുന്നു. കൺട്രോളിൽ വെടിവെക്കാൻ പറഞ്ഞു, യു ഫയർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവർ പറയുന്നത് അല്ല സാർ, ഇവിടെ അങ്ങനെ പ്രശ്നമില്ല, ഇറ്റ് ഈസ് കൺട്രോൾഡ്. കുറച്ചും കൂടി ഫോഴ്സിനെ ഞാൻ ക്യാമ്പിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്, കൺട്രോൾഡാണ്, വെടിവെക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു. അപ്പോൾ DM ജേക്കബ് പറഞ്ഞു ശ്രീവാസ്തവയാണ് വെടിവെക്കാൻ പറയുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഒന്നുകൂടി കുറച്ചും കൂടി ശബ്ദത്തിലേക്ക് പറഞ്ഞ അയാൾ ഇവർ വീണ്ടും പറയുന്നുണ്ട്, അങ്ങനെ പറഞ്ഞു യു ഡു ഇറ്റ് എന്ന് പറയുന്നുണ്ടായിരുന്നു. തുടർന്ന് നടന്ന ഒറ്റപ്പാലം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF സിറാജുന്നിസ വിഷയം പ്രചാരണ വിഷയമാക്കി. 2005 സീനിയോറിറ്റി മറികടന്ന് UDF സർക്കാർ രമൺ ശ്രീവാസ്തവയെ DGP ആയി നിയമിച്ചു. അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്ത് വിരമിച്ച ശ്രീവാസ്തവയെയാണ് ഇപ്പോൾ ഈ സർക്കാർ ഉപദേഷ്ടാവായി നിയമിക്കുന്നത്. ക്യാമറ പേഴ്സൺ ഷിജു ചിറ്റൂരിനൊപ്പം SA അജിംസ്, മീഡിയ 1 പാലക്കാട്.